വെൽക്കം ടു ലിനക്സ് ഇൻട്രൊഡക്ഷൻ. നമ്മൾ ഈ സെഷനിൽ നോക്കാൻ പോകുന്നത് ലിനക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പം എന്താണ് ലിനക്സ്? നമുക്കറിയാം ലിനക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫാമിലി ഓഫ് ഓപ്പൺ സോഴ്സ് യുനിക്സ് ലൈക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബേസ്ഡ് ഓൺ ലിനക്സ് കേർണൽ. അപ്പം യുനിക്സ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് 1970 ആ റേഞ്ചിലുള്ള 1969 ആ സമയത്തെല്ലാം ഉണ്ടായിരുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് യുനിക്സ് എന്ന് പറയുന്നത്. കമാൻഡ് ലൈൻ ബേസ് ചെയ്തിട്ടുള്ള. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു മോഡലിലുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ലിനക്സ്. അതൊരു ഫാമിലി എന്ന് പറയാനുള്ള കാരണം ലിനക്സ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല, ഒരുപാട് എണ്ണം ഉണ്ട്. നമ്മൾ ഇതിൽ സെഷൻ കവർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ കേർണൽ എന്ന് പറയുന്നത് അതിൻ്റെ കോറായിട്ടുള്ള പാർട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 1991 ലിനസ് ടോർവാൾസ് എന്ന് പറയുന്ന ഒരു ഡെവലപ്പറാണ് ഇതിൻ്റെ ഇനീഷ്യൽ കേർണൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ലിനക്സിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് വേർഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് എണ്ണം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഫാമിലി ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിലുള്ള ഓരോന്നിനെയും നമ്മൾ വിളിക്കുന്ന പേര് ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതാണ്. ഓരോ പാക്കിനെയും വിളിക്കുന്ന പേര് ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതാണ്. ഒരു ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അതിൻ്റെ കേർണൽ ഉണ്ടാവും, അതിന് വേണ്ടിയുള്ള സപ്പോർട്ടിങ് സിസ്റ്റംസും സോഫ്റ്റ്വെയർസും ലൈബ്രറീസും എല്ലാം അതിൽ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഈ കേർണൽ സെയിം ആയിരിക്കും, പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് ലിനക്സിൻ്റെ കുറച്ച് കീ ആയിട്ടുള്ള അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ഒന്ന് ഓപ്പൺ സോഴ്സ് ആണ്. നമുക്കറിയാം അതിൻ്റെ സോഴ്സ് കോഡ് അവൈലബിൾ ആണ്, പബ്ലിക്കലി അവൈലബിൾ ആണ്. അതുപോലെ ആർക്ക് വേണമെങ്കിലും മോഡിഫൈ ചെയ്യാൻ പറ്റും, ആർക്ക് വേണമെങ്കിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും പറ്റും. പിന്നെ യുനിക്സ് ലൈക്ക് ആണ്. അതിൽ യുനിക്സ് എന്ന് പറയുന്ന 1970s ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഡിസൈനാണ്. പിന്നെ അതിൽ ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുക ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ലിനക്സ് ഡിസ്ട്രോസ് എന്നുള്ളതാണ് വിളിക്കുക. നിങ്ങൾക്ക് കേട്ടിട്ടുള്ള കുറേ എക്സാമ്പിൾസ് ആണ് ഉബുണ്ടു, ഫെഡോറ, ഡെബിയൻ, അങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ എണ്ണം ഉണ്ട്. ഓരോന്നിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആയിരിക്കും. അതേപോലെ നമുക്ക് അതിൻ്റെ യൂസർ എക്സ്പീരിയൻസും ഡിഫറെൻ്റ് ആയിരിക്കും. ചിലതെല്ലാം നമുക്ക് വിൻഡോസിനോട് കുറേ സിമിലർ ആയിട്ടുള്ളതെല്ലാം ഉണ്ട്. പിന്നെ അതിൽ ഡിഫറെൻ്റ് എൻവയോൺമെൻറ്റിൽ അത് റൺ ചെയ്യാൻ പറ്റും നമുക്ക്. ലിനക്സിൽ തന്നെ ചിലത് നമ്മൾ സെർവറിന് മാത്രം ഉപയോഗിക്കുന്ന കമാൻഡ് ലൈൻ മാത്രം വെച്ചിട്ട് ഉപയോഗിക്കുന്നതുണ്ട്. അതല്ലാതെ നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പുകളുണ്ട്, സൂപ്പർ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതുണ്ട്. പിന്നെ നമുക്കറിയാം ക്ലൗഡിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ ആമസോൺ ക്ലൗഡ് ആണെങ്കിലും ഗൂഗിൾ ക്ലൗഡ് ആണെങ്കിലും മൈക്രോസോഫ്റ്റിൻ്റെ അഷ്യൂർ ആണെങ്കിലും ഇതിലൊക്കെ ഉപയോഗിക്കുന്ന 90% മെഷീൻസും ലിനക്സ് മെഷീൻസ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. പബ്ലിക് ക്ലൗഡിൽ അറൗണ്ട് 90% വർക്ക് ലോഡും റൺ ചെയ്യുന്നത് ലിനക്സിലാണ്. ഓക്കെ, അപ്പോൾ ലിനക്സ് നമുക്ക് ഡെവോപ്സിൻ്റെ ഭാഗമായിട്ട് ലിനക്സ് പഠിക്കുക എന്ന് പറയുന്നത്, ലിനക്സിൻ്റെ കമാൻഡ്സും കാര്യങ്ങളും ലിനക്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് ഇതെല്ലാം പഠിക്കുക എന്ന് പറയുന്നത് ഒരു ഓപ്ഷനല്ല, മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. അതില്ലാതെ ലിനക്സ് പഠിക്കാതെ ഒരിക്കലും നമുക്ക് ഡെവോപ്സ് പഠിക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ എന്താണ് ലിനക്സിൻ്റെ ഒരു കേർണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പോൾ കേർണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ഷോർട്ട് ഇറ്റ്സ് the core that operates hardware and manages the hardware and programs for the user. ഒരു കമ്പ്യൂട്ടറിന് ഒരുപാട് ഹാർഡ്വെയർ ഉണ്ട്, മെമ്മറിയും പ്രോസസ്സറും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാനേജ് ചെയ്യണം അല്ല. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് മാനേജ് ചെയ്യുന്ന ആ ഒരു പാർട്ട് ഹാൻഡിൽ ചെയ്യുന്നത് കേർണൽ എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയർ ആണ്, അല്ലെങ്കിൽ അതിൻ്റെ കോർ ആയിട്ടുള്ള സോഫ്റ്റ്വെയറിൻ്റെ ഭാഗമാണ്. അത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഭാഗമാണ് ലിനക്സിൻ്റെ കേസിൽ. റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? മെമ്മറി മാനേജ്മെൻറ്റ് ഉണ്ട്, പ്രോസസ് മാനേജ്മെൻറ്റ് ഉണ്ട്. മെമ്മറി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർസും ഡിഫറെൻറ്റ് യൂട്ടിലിറ്റീസെല്ലാം റൺ ചെയ്യാനുള്ള മെമ്മറി അലോക്കേഷന്, എത്ര ഫ്രീ വേണം, എത്ര ഡിഅലോക്കേറ്റ് ചെയ്യണം, ഈ കംപ്ലീറ്റ് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് കേർണലായിരിക്കും. അതേപോലെ പ്രോസസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് പർപ്പസിന് വേണ്ടി ഞാനൊരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുമ്പോൾ ഒരുപാട് പ്രോസസ്സുകൾ റൺ ചെയ്യുന്നുണ്ടാവും, ഡിഫറെൻറ്റ് പർപ്പസിന് വേണ്ടിയുള്ള പ്രോസസ്സുകൾ റൺ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഓരോ പ്രോസസ്സിനും വേണ്ടിയുള്ള അതിൻ്റെ സ്കെഡ്യൂളിങ്ങും അതിൻ്റെ ടെർമിനേഷനും മറ്റുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് മാനേജ് ചെയ്യുന്നത് കേർണലായിരിക്കും. പിന്നെ വരുന്നതാണ് ഡിവൈസ് ഡ്രൈവറുകൾ. നമുക്കറിയാം നമ്മുടെ എക്സ്റ്റേണൽ ഡിവൈസിനോടും മറ്റുള്ള നമ്മുടെ ഹാർഡ്വെയറിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഡിഫറെൻറ്റ് ഡിവൈസസുകൾ, ഹാർഡ് ഡിസ്ക് ആണെങ്കിലും മെമ്മറി ആണെങ്കിലും മറ്റുള്ള ചിലപ്പോൾ USB ആയിരിക്കും. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിവൈസിനോടുള്ള ആ കമ്മ്യൂണിക്കേഷനോട് ഡിവൈസ് ഡ്രൈവർ, സോഫ്റ്റ്വെയറിൻ്റെ മാനേജ്മെൻറ്റ്, ഫയൽ സിസ്റ്റം മാനേജ്മെൻറ്റ്, നെറ്റ്വർക്കിംഗ്, ഹാർഡ്വെയർ അബ്സ്ട്രാക്ഷൻ, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ്, കോർ റെസ്പോൺസിബിലിറ്റി കംപ്ലീറ്റ്ലി ഹാൻഡിൽ ചെയ്യുന്നത് കേർണലാണ്, ലിനക്സിൻ്റെ കേർണലാണ്.
ലിനക്സ് ഞാൻ പറഞ്ഞു ലിനക്സിൻ്റെ ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻസിനെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേര് ഡിസ്ട്രോ എന്നുള്ളതാണ്, ഡിസ്ട്രോസ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഡിഫറെൻറ്റ് വേരിയേഷൻസ് ആണ് ഇതെല്ലാം. ഓക്കെ, എല്ലാത്തിലും ലിനക്സ് കേണൽ ഉണ്ടായിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ കേണൽ സെയിം ആയിരിക്കും എല്ലാത്തിലും, അല്ലെങ്കിൽ കേണൽ ഉപയോഗപ്പെടുത്തുന്നത് എല്ലാവരും ഒരേ കേണൽ അല്ലെങ്കിൽ ഒരേ സോഴ്സ് എന്നുള്ള കേണലിനാണ് എനിക്ക് ഉപയോഗം. പക്ഷെ അതിൻ്റെ ശേഷം വരുന്ന മറ്റുള്ള അതിൽ വരുന്ന മറ്റുള്ള ആപ്ലിക്കേഷൻസും ടൂൾസ് എല്ലാം ഓരോന്നിലും ഡിഫറെൻ്റ് ആയിരിക്കും. കുറേ പാർട്ട് കോമൺ ആയിട്ട് വരുന്നുണ്ടാവും, പക്ഷെ ഒരുപാട് പാർട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഓരോ ഡിസ്ട്രിബ്യൂഷനും ഓരോ പർപ്പസ് മീറ്റ് ചെയ്യാൻ വേണ്ടി, സ്പെസിഫിക് നീഡ്സിന് വേണ്ടി, പ്രിഫറൻസസിന് വേണ്ടിയാണ് അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതും. അതേപോലെ അതിൻ്റെ അപ്പിയറൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. അതേപോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് യൂസേഴ്സിനെ മനസ്സിൽ കണ്ടിട്ടായിരിക്കും, അതിനെ എയിം ചെയ്തിട്ടായിരിക്കും അവർ ഓരോ ഡിസ്ട്രിബ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവാം. ഇതിന് എനിക്ക് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ ഇപ്പം കടലിലുള്ള ബോട്ടുകൾ, സ്പീഡ് ബോട്ടുകളും കാര്യങ്ങളും കണ്ടിട്ടുണ്ടാവും. ബോട്ടിൻ്റെ എൻജിൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, എൻജിൻ ചിലപ്പോൾ ഒരുപോലത്തെ എൻജിനായിരിക്കും, പക്ഷെ അത് വെച്ചുകൊണ്ട് അവർ പല ടൈപ്പിലുള്ള ബോട്ടുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പം ഫിഷിങ്ങിന് ഉപയോഗിക്കുന്ന ബോട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ഇപ്പം നമ്മൾ സ്പീഡ് ബോട്ടായിട്ട് ഉപയോഗിക്കുന്നതുണ്ടാവും, ട്രാവലിങ്ങിന് ഉപയോഗിക്കുന്നതുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ടൂറിസത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ചിലപ്പം ഹൗസ് ബോട്ടുകൾ ടൈപ്പ് ഉണ്ടാവും. അങ്ങനെ ഒരു എൻജിൻ ഉപയോഗിച്ച് ഡിഫറെൻറ്റ് പർപ്പസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതേപോലെയാണ് ശരിക്കും ലിനക്സിൻ്റെ കേസിൽ. കേണൽ സെയിം ആണ്, പക്ഷെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഡിഫറെൻറ്റ് പർപ്പസിന് വേണ്ടി ഡിഫറെൻറ്റ് ടൂൾസും ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഉബുണ്ടു, റെഡ് ഹാറ്റ് ലിനക്സ് അല്ലെങ്കിൽ റെഡ് ഹാറ്റ് എൻ്റർപ്രൈസ് ലിനക്സ് എന്ന് പറയുന്ന RHEL, ഫെഡോറ, ഡെബിയൻ, ഇതെല്ലാം ലിനക്സിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. മാർക്കറ്റിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കുറേ ഡിസ്ട്രിബ്യൂഷൻസ് ആണ് ഇതെല്ലാം. ഓക്കെ, ഇതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ ആസ്പെക്ട്സ്? അപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ, ഒന്ന് പാക്കേജ് സോഫ്റ്റ്വെയർ. ഓരോ ഡിസ്ട്രിബ്യൂഷനിലും വരുന്ന പാക്കേജിൽ സോഫ്റ്റ്വെയർ, പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്ന സോഫ്റ്റ്വെയർസ് ഡിഫറെൻ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പം അതിലുപയോഗിക്കുന്ന ഫയൽ മാനേജർ, ബ്രൗസർ, അതേപോലെ ഡിഫറെൻറ്റ് യൂട്ടിലിറ്റീസ്, ഇതെല്ലാം ഓരോന്നിനും ഡിഫറെൻ്റ് ആയിരിക്കും. കുറേ പാർട്ട് കോമൺ ആയിട്ട് വരുന്നതുണ്ടാകും, കുറേ പാർട്ട് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ടാകും. പിന്നെ എനിക്കൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ റൺ ചെയ്യുന്ന ഒരുപാട് ഫോൺസ് നമുക്കറിയാം അല്ലേ. ഇപ്പോൾ ഇതിൽ പല ഫോണുകളും ആൻഡ്രോയിഡ് എന്ന് പറയുന്ന അതിൻ്റെ കോർ പാർട്ട് സെയിം ആണ്, പക്ഷെ അതിൻ്റെ മേലെ അവർ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ലുക്ക് ആൻഡ് ഫീലിലും കോൺഫിഗറേഷൻസിലും സെറ്റിങ്സിലുള്ള ഒരുപാട് ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. അത് ഓരോ പർപ്പസിന് വേണ്ടി അവർ മോഡിഫൈ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഇവിടെയും കേണൽ സെയിം ആണ്, പക്ഷേ പാക്കേജ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ അതിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്ന സോഫ്റ്റ്വെയറുകൾ ഓരോന്നിനും ഡിഫറെൻ്റ് ആണ്. അതേപോലെ പിന്നെ കസ്റ്റമൈസേഷന്, ഓരോന്നിനും വരുന്ന കസ്റ്റമൈസേഷൻ്റെ ലെവലും കാര്യങ്ങളും ഡിഫറെൻ്റ് ആണ്. അതേപോലെ യൂസർ ഫ്രണ്ട്ലിനെസ് ഡിഫറെൻ്റ് ആണ്. കമ്മ്യൂണിറ്റി സപ്പോർട്ട്, ചിലതിന് ഒരുപാട് നല്ല കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഉണ്ടാവും, ചിലതിന് അത്രയും ഉണ്ടാവണം എന്നല്ല. അങ്ങനെ ഡിഫറെൻറ്റ് രീതിയിലാണ് ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും ചൂസ് ചെയ്യൽ. നമ്മുടെ പർപ്പസ് നോക്കും, നമുക്ക് എത്രത്തോളം കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് നോക്കും. അങ്ങനെ ഡിഫറെൻറ്റ് ക്രൈറ്റീരിയ നോക്കിയിട്ടാണ് നമുക്ക് വേണ്ട ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ചൂസ് ചെയ്യാം. മേജറായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻസ് ആണ് ഡെബിയൻ, ഉബുണ്ടു ഉണ്ട്, ലിനക്സ് മിന്റ് ഉണ്ട്, അതേപോലെ റെഡ് ഹാറ്റ് എൻ്റർപ്രൈസ് ലിനക്സ് ഉണ്ട്, ഫെഡോറ ഉണ്ട്, സെൻഡോസ് ഉണ്ട്, ആമസോൺ ലിനക്സ് ഉണ്ട്, ആൽപൈൻ ഉണ്ട്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻസ്, മാർക്കറ്റിൽ ലീഡിംഗ് ആയിട്ടുള്ള കുറേ ഡിസ്ട്രിബ്യൂഷൻസ് ആണിത്. നമ്മൾ പറഞ്ഞ ഇങ്ങനെ ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻസ് പറഞ്ഞു, പക്ഷേ നമുക്കിതിനെ എങ്ങനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇതിൽ നമുക്കറിയാം, നമ്മുടെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിങ്ങൾ MS ഓഫീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് രീതിയിലാണ് ആ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുന്നത്? EXE ആയിട്ടായിരിക്കും മിക്കവാറും ഡൗൺലോഡ് ചെയ്യുന്നുണ്ടാവും, EXE അല്ലെങ്കിൽ MSI. അപ്പോൾ ഈ EXE എന്ന് പറയുന്നത് നമുക്ക് അതിൽ വേണ്ട ഒരു EXE കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്കത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് അതിനെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും അല്ലേ. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയൽസിനെ അവർ കോപ്പി ചെയ്യും, സ്റ്റാർട്ട് മെനുവിൽ ആഡ് ചെയ്യേണ്ടതിന് സ്റ്റാർട്ട് മെനുവിൽ ആഡ് ചെയ്യും, ചിലപ്പം ഡെസ്ക്ടോപ്പിൽ ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതിന് ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെയ്യും. അതേപോലെ നിങ്ങൾക്കറിയാം, നമ്മൾ ആൻഡ്രോയിഡ് ഫോണിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ APK ഫയലാണ് നമുക്ക് കിട്ടുന്നത്. ഒരു APK ഫയൽ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ നമുക്കൊരു ആ APK ഫയലിൽ വേറൊരു ആൻഡ്രോയിഡ് ഫോണിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ലിസ്റ്റിൽ കാണിക്കും, അതേപോലെ സെറ്റിംഗ്സിൽ പെർമിഷൻ സെക്ഷനിൽ അത് കാണിക്കും, എല്ലാ കാര്യങ്ങളും അതെന്നെ മാനേജ് ചെയ്യും അല്ല. ആ APK നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതോട് കൂടി ആപ്ലിക്കേഷൻ കംപ്ലീറ്റ്ലി റണ്ണിങ് ആയിട്ട് മാറും. അപ്പോൾ ലിനക്സിൻ്റെ കേസിൽ നമുക്ക് ഇതേപോലെ EXE അല്ലെങ്കിൽ APK എന്നുള്ള അതിന് പകരം നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാക്കേജിങ് ഉണ്ട്. അത് നമ്മൾ വിളിക്കുക പാക്കേജ് ഫോർമാറ്റ് എന്നാണ്. EXE എന്ന് പറയുന്നത് വിൻഡോസിൽ ഉപയോഗിക്കുന്ന ഫോർമാറ്റാണ്, APK എന്ന് പറയുന്നത് ആൻഡ്രോയിഡിൽ ഉപയോഗിക്കുന്ന ഫോർമാറ്റാണ്. അതുപോലെ ലിനക്സിൽ ഉപയോഗിക്കുന്ന കുറച്ച് ഫോർമാറ്റ്സ് ഉണ്ട്.
ആ ഫോർമാറ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻസ് പറഞ്ഞല്ലോ, അത് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു മെത്തേഡ് ഇതാണ്, ഈ നമ്മൾ ഉപയോഗിക്കുന്ന പാക്കേജിന്റെ ഫോർമാറ്റ് നോക്കിയിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ വരുന്ന മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന 2 ഫോർമാറ്റ്സ് ആണ്. ഒന്ന് DBN പാക്കേജ് ഫോർമാറ്റ് അല്ലെങ്കിൽ ഡെബ് ഫോർമാറ്റും അതേപോലെ RPM ഫോർമാറ്റും. ഈ DBN ഫോർമാറ്റ് എന്ന് പറയുന്നത് ആ DBN ഫോർമാറ്റ് ഫോളോ ചെയ്യുന്ന ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ് DBN. ഇവരാണത് ശരിക്കും സ്റ്റാർട്ട് ചെയ്തത് ആ ഫോർമാറ്റ്. ഉബുണ്ടു എന്ന് പറയുന്ന നമ്മൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള ലിനക്സ് ഡിസ്ട്രിബ്യൂഷനാണ് ഉബുണ്ടു. ഉബുണ്ടു ഉപയോഗിക്കുന്നത് DBN ഫോർമാറ്റ് ആണ്. അപ്പോൾ അതിലുള്ള പാക്കേജിന്റെ സോഫ്റ്റ്വെയർ പാക്കേജിന്റെ ഫയലിന്റെ എക്സ്റ്റൻഷൻ .db ആയിരിക്കും, DBN ആയിരിക്കും അതിന്റെ എക്സ്റ്റൻഷന്. പിന്നെ ലിനക്സ് മിന്റ്. അപ്പോൾ ഇതെല്ലാം ഇനിയും കുറേ എണ്ണുണ്ട്. ഇതിൽ മേജർ ആയിട്ടുള്ള ഈ DBNും ഉബുണ്ടും ലിനക്സ് മിന്റും എല്ലാം ഈ ഫോർമാറ്റ് ഉപയോഗിക്കുന്ന ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. പിന്നെ മറ്റൊരു പോപ്പുലർ ആയിട്ടുള്ള വേറൊരു പാക്കേജ് ഫോർമാറ്റ് ആണ് RPM എന്ന് പറയുന്നത്. ഇത് ശരിക്കും സ്റ്റാർട്ട് ചെയ്തത് റെഡ് ഹാറ്റ് ആണ്. അതുകൊണ്ടാണ് റെഡ് ഹാറ്റ് പാക്കേജ് മാനേജർ എന്ന് പറയുന്ന RPM പാക്കേജ് ആയത്. അപ്പം RPM പാക്കേജ് മാനേജർ ഫോർമാറ്റ് ഫോളോ ചെയ്യുന്ന കുറച്ച് ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. അതിൽ വരുന്നതാണ് റെഡ് ഹാറ്റിന്റെ എന്റർപ്രൈസ് ലിനക്സ് എന്ന് പറയുന്ന RHEL എന്ന് പറയുന്നതും, ഫെഡോറ എന്ന് പറയുന്നത്, CentOS, റോക്കി ലിനക്സ്, അതേപോലെ ആമസോൺ AWSന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, ആമസോൺ ലിനക്സ് എന്ന് പറയുന്നത്. ഇവരെല്ലാവരും ഉപയോഗിക്കുന്നത് RPM ഫോർമാറ്റ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ക്ലൗഡ് ഉപയോഗിക്കുന്ന സമയത്ത് പിന്നെ നമുക്ക് ഇതിലേത് ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് നമുക്ക് ക്ലൗഡിലെ വെർച്വൽ മെഷീൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഒരു ഓവറോൾ ഒരു ഐഡിയ വേണം ഓരോ ഡിസ്ട്രിബ്യൂഷനും ഏത് പാക്കേജ് മാനേജറാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഏത് പാക്കേജിംഗ് ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതല്ലോ. കാരണം അതിനനുസരിച്ചാണ് പിന്നീട് നമുക്ക് ഓരോ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാലും അൺഇൻസ്റ്റാളൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ളതെല്ലാം നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് എന്ത് ബേസ് ചെയ്തിട്ടുള്ളതാണെന്നുള്ളത് അറിയണം. അപ്പം മാർക്കറ്റിൽ ഇപ്പോൾ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള 2 ഫോർമാറ്റ്സ് ആണ് ഇത് രണ്ടും, DBN ഫോർമാറ്റും അതേപോലെ RPM ഫോർമാറ്റും. അത് പ്രത്യേകം ഓർത്ത് വെക്കുക. അതിൽ DBN ഫോർമാറ്റ് ഉപയോഗിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻസ് ആണ് DBN, ഉബുണ്ടു, ലിനക്സ് മിന്റ് എല്ലാം. RPM ഉപയോഗിക്കുന്നതാണ് RHEL, ഫെഡോറ, CentOS, റോക്കി, അതേപോലെ ഓപ്പൺ സൂസ്, ആമസോൺ ലിനക്സ്. ഇവരെല്ലാം ഉപയോഗിക്കുന്നത് RPM ആണ്. ഓക്കെ, പിന്നെ ഈ നമ്മൾ പറഞ്ഞു പാക്കേജിന്റെ ഫയൽ ഇപ്പോൾ വിൻഡോസിൽ കാണുന്ന EXE പോലെ അല്ലെങ്കിൽ ആൻഡ്രോയിഡിലെ APK ഫയൽ പോലെ തന്നെ ലിനക്സിൽ നമ്മൾ പറഞ്ഞ DBNും RPMും പോലെ. അതല്ലാതെ വേറെ കുറച്ച് എണ്ണങ്ങളുണ്ട്, നമുക്ക് തൽക്കാലത്തേക്ക് ഇഗ്നോർ ചെയ്യാം. കൂടുതൽ ഉപയോഗിക്കുന്നത് നമുക്ക് ഫോക്കസ് ചെയ്യാം. അപ്പോൾ ഈ DBNും RPM എല്ലാം നമ്മൾ പാക്കേജിന്റെ ഫോർമാറ്റാന്ന് പറഞ്ഞു. ഇനി ഈ പാക്കേജുകൾ ഇൻസ്റ്റാൾ ചെയ്യാനും അൺഇൻസ്റ്റാൾ ചെയ്യാനെല്ലാം ഉപയോഗിക്കുന്ന പാക്കേജ് മാനേജർ ഉണ്ടാവും. പാക്കേജ് മാനേജിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസ് ഉണ്ടാവും. പാക്കേജ് മാനേജർ എന്ന് പറഞ്ഞാൽ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ യൂസ് ടു ഇൻസ്റ്റാൾ, അപ്ഗ്രേഡ് ഓർ അൺഇൻസ്റ്റാൾ പാക്കേജസ്. നമുക്കൊരു സിസ്റ്റത്തിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉബുണ്ടുവിൽ എനിക്കൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ അൺഇൻസ്റ്റാൾ ചെയ്യണം. അതെല്ലാം അതിനെല്ലാം ഉപയോഗപ്പെടുത്തുന്ന ആ ടൂളിന് അല്ലെങ്കിൽ ആ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിനാണ് നമ്മൾ പാക്കേജ് മാനേജർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ DBN ഫോർമാറ്റിലുള്ള പാക്കേജസിനെ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി നമുക്ക് APT എന്ന് പറയുന്ന അഡ്വാൻസ്ഡ് പാക്കേജ് ടൂൾ എന്ന് പറയുന്ന APT എന്ന് പറയുന്ന പാക്കേജ് മാനേജർ ഉണ്ട്. നമ്മൾ കമാൻഡ് ഉപയോഗിച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ APT ഇൻസ്റ്റാൾ എന്നിട്ട് പാക്കേജ് നെയിം കൊടുക്കും. ഓക്കെ, അപ്പോൾ APT ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറിന് നമുക്ക് ഇപ്പോൾ ഗിറ്റ് ആണെന്നുണ്ടെങ്കിൽ APT ഇൻസ്റ്റാൾ ഗിറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെഷീനിൽ ഗിറ്റ് ഇൻസ്റ്റാൾ ആവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് DBN ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ് APT എന്ന് പറയുന്ന പാക്കേജ് മാനേജർ. അതേപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് DPKG എന്ന് പറയുന്ന പാക്കേജ് മാനേജർ. അത് വെച്ചിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഏറ്റവും പോപ്പുലർ ആയിട്ട് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുക APT ആയിരിക്കും ഉപയോഗിക്കാം. പിന്നെ RPM ബേസ്ഡ് പാക്കേജസിനാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് മാനേജ് ചെയ്യാനുള്ള ടൂൾ ഒന്നാണ് M എന്ന് പറയുന്നത്. യെല്ലോ ഡോക്ക് അപ്ഡേറ്റർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. M എന്നുള്ളത് ഇപ്പോൾ നമ്മൾ RPM ബേസ് ചെയ്തിട്ടുള്ള ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ റെഡ് ഹാറ്റ് ലിനക്സ്, ഫെഡോറ, CentOS അല്ലെങ്കിൽ ആമസോൺ ലിനക്സ്, ഇതിലെല്ലാം ഉപയോഗപ്പെടുത്തുന്നത് RPM ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിലെല്ലാം M എന്ന് പറയുന്ന പാക്കേജ് മാനേജർ നമ്മൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പാക്കേജ് മാനേജറാണ്. അതേപോലെ കുറച്ചും കൂടി ലേറ്റർ ആയിട്ട് വന്നിട്ടുള്ള വേറെ ഒന്നാണ് DNF എന്ന് പറയുന്ന ഒരു പാക്കേജ് മാനേജർ. അതേപോലെ RPM തന്നെ പേരിലുള്ള പാക്കേജ് മാനേജർ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ചിട്ട് നമുക്ക് ആ പാക്കേജ് ഫോർമാറ്റ് ഫോളോ ചെയ്യുന്ന ലിനക്സ് ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാനും അൺഇൻസ്റ്റാൾ ചെയ്യാനും അപ്ഗ്രേഡ് ചെയ്യാനും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ അതിൻ്റെ എല്ലാം സിൻടാക്സ് ആണ് ഞാൻ ഇവിടെ കൊടുത്തുള്ളത്. APT ഇൻസ്റ്റാൾ, DPKG ഇൻസ്റ്റാൾ, അതേപോലെ M ഇൻസ്റ്റാൾ, DNF ഇൻസ്റ്റാൾ, RPM ഇൻസ്റ്റാൾ, ഇങ്ങനെയുള്ള നമുക്ക് ഓരോന്നിൻ്റെയും നമുക്ക് കമാൻഡ്സ് കൊടുക്കാൻ പറ്റും. ചിലതിൻ്റെ ഇൻസ്റ്റാൾ എന്നുള്ളതുണ്ടാവും, ചിലതിൻ്റെ -i ഉണ്ടാവും. ഈ 2 ഫോർമാറ്റാണ് കമാൻഡ് ലൈനിൽ നമ്മൾ കൂടുതലും ഫോളോ ചെയ്യുന്ന ഫോർമാറ്റ്സ് ഉള്ളത്.
ഇനി കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ കുറച്ച് നോട്ടായിട്ട് നമുക്ക് പറയാനുള്ളത്, നമുക്ക് ഡെബിയൻ എന്ന് നമ്മൾ പറഞ്ഞു. ഡെബിയൻ എന്നുള്ളത് ശരിക്കും ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ടഡ് ആയിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ് ഡെബിയൻ എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ. ഈ DB എന്ന് പറയുന്ന പാക്കേജ് ഫോർമാറ്റും ഒറിജിനേറ്റ് ചെയ്ത ഡെബിയൻ എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളതാണ്. ഈ ഡെബിയൻ്റെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് വേറെ കുറേ എണ്ണം ശരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ഈ പാക്കേജ് ഫോർമാറ്റ് ഫോളോ ചെയ്യുന്നതാണ് ഡെബിയാനോ, ഉബുണ്ടു, ലിനക്സ്, മിന്റ് എല്ലാം. അപ്പം ഈ ഡെബിയാനെ ബേസ് ചെയ്തിട്ട് ക്രിയേറ്റഡ് ആയിട്ടുള്ളതാണ് കുറേ ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒന്നാണ് ഉബുണ്ടു. ഉബുണ്ടു എന്ന് പറയുന്ന ലിനക്സ് ഡിസ്ട്രിബ്യൂഷന് സെർവർ എഡിഷൻസും ഉണ്ട്, അതേപോലെ നമുക്ക് ഡെസ്ക്ടോപ്പ് ഉള്ള നമ്മുടെ പേഴ്സണൽ വിൻഡോസ് എല്ലാം പോലെ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഡെസ്ക്ടോപ്പ് വേർഷൻ ഉള്ള ഗ്രാഫിക്സ് ഉള്ള 2 ഡിസ്ട്രിബ്യൂഷൻ അവൈലബിൾ ആണ്. ഗ്രാഫിക്സ് ഉള്ളത് പിന്നെ നമുക്കറിയാം സ്പോൺസർഡ് ബൈ കാനോണിക്കൽ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് അത് സ്പോൺസർ ചെയ്യുന്നത്. അപ്പം ലിനക്സ് മെഷീന് നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ ഏറ്റവും പോപ്പുലർ ആക്കിയത് ശരിക്കും ഉബുണ്ടു ആണ്. ഉബുണ്ടു വന്നതിന് ശേഷമാണ് ഏറ്റവും പോപ്പുലർ ആയിട്ട് വന്നത്. അതിന് ശേഷം വേറെ ലിനക്സ് മിന്റും അതേപോലത്തെ വേറെ കുറേ എണ്ണം വരുന്നുണ്ട്, മാർക്കറ്റിലുണ്ട്. പക്ഷെ ഏറ്റവും പോപ്പുലർ ആക്കാൻ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ളത് ശരിക്കും ഉബുണ്ടു തന്നെയാണ്. അപ്പോൾ അതിൽ ശരിക്കും ഉബുണ്ടുവിന് ശരിക്കും 3 മേജറുള്ള ഫ്ലേവറുകളുണ്ട്. ഒന്ന് ഡെസ്ക്ടോപ്പ്, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഡെസ്ക്ടോപ്പ്. അതിൽ നമുക്ക് ആപ്ലിക്കേഷൻസ് എല്ലാം ഗ്രാഫിക്കലി കാണാൻ, ഓപ്പൺ ചെയ്യാൻ, മൗസും ഇതെല്ലാം ഉപയോഗിക്കാൻ അങ്ങനെയുള്ള ശരിക്കും പ്രൊവിഷൻ ഉണ്ട്. അതൊന്ന്. പിന്നെ ഉള്ളത് കംപ്ലീറ്റ്ലി സെർവർ പർപ്പസിന് വേണ്ടി, സെർവറിൻ്റെ പർപ്പസിന് വേണ്ടി മാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഉബുണ്ടു വേർഷൻ ഉണ്ട്. ഉബുണ്ടു സെർവർ ഉണ്ട്. ഉബുണ്ടു സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൽ കമാൻഡ് ലൈൻ മാത്രം വെച്ചിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യലും ഒരു സെർവറിൽ റൺ ചെയ്യുന്ന സമയത്ത് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള ആ പർപ്പസിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഫ്ലേവർ ഉണ്ട്. പിന്നെ കോർ എന്ന് പറയുന്ന ഉബുണ്ടു കോർ എന്ന് പറയുന്ന വേറെ ഉണ്ട്. ശരിക്കും വളരെ തിന്നായിട്ടുള്ള വളരെ ചെറിയ സൈസിലുള്ള ആണ് ഉബുണ്ടു കോർ എന്ന് പറയുന്നത്. ശരിക്കും IoT ഡിവൈസുകളിലുള്ള നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന IoT ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം നമ്മുടെ ചെറിയ ചെറിയ സെൻസറുകളും മറ്റുമെല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്ന റാസ്ബെറി പൈ പോലത്തെ IoT ഡിവൈസിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ് ഉബുണ്ടു കോർ എന്ന് പറയുന്നത്. പിന്നെ അതാണ് ഡെബിയനെ കുറിച്ച് നമുക്ക് നോട്ടായിട്ട് പറയാനുള്ളത്. പിന്നെ അത് RPM ഫാമിലിയിൽ വരുന്ന നമ്മൾ പറഞ്ഞല്ലോ റെഡ് ഹാറ്റ് ലിനക്സും കാര്യങ്ങളെല്ലാം. ഈ റെഡ് ഹാറ്റ് ലിനക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന റെഡ് ഹാറ്റ് എന്ന് പറയുന്ന കമ്പനിയാണ്. നിങ്ങൾക്ക് പേര് തന്നെ മനസ്സിലാക്കണം, റെഡ് ഹാറ്റ് എന്ന് പറയുന്ന കമ്പനിയാണ് അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവർ തന്നെയാണ് ഈ RPM സ്റ്റാർട്ട് ചെയ്തത്, RPM പാക്കേജിങ്ങും സ്റ്റാർട്ട് ചെയ്തത് അവർ തന്നെയാണ്. ഇപ്പം ഈ റെഡ് ഹാറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ RHEL എന്ന് പറയുന്നത് ശരിക്കും ക്ലോസ്ലി റിലേറ്റഡ് ടു ഫെഡോറ എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂഷനും റെഡ് ഹാറ്റും തമ്മിൽ ക്ലോസ്ലി കണക്റ്റഡ് ആണ്. എങ്ങനെ കണക്റ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം റെഡ് ഹാറ്റിൻ്റെ RHEL ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയുള്ള ഡെവലപ്മെൻറ്റ് നടക്കുമ്പോൾ ആദ്യം ചേഞ്ചസ് നമുക്ക് കിട്ടുക ഫെഡോറയിലാണ്. അപ്പോൾ അതിൻ്റെ അപ്സ്ട്രീം വേർഷൻ എന്ന് പറയും. അപ്സ്ട്രീം എന്ന് പറഞ്ഞാൽ ആദ്യം അവിടെ നമുക്ക് കിട്ടുക, അതാണ് അതിൻ്റെ ഫ്രണ്ട് എൻഡ് വേർഷൻ. ക്വിക്കായിട്ട് അവിടെയാണ് വരിക. പിന്നെ അതിൽ നിന്ന് സ്റ്റേബിൾ ആയിട്ടുള്ള സാധനങ്ങൾ, അതിലുള്ള ഫെഡോറയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും പിന്നീട് RHEL വരണമെന്നില്ല, കാരണം സ്റ്റേബിൾ ആയിട്ടുള്ളത് മാത്രമേ നമുക്ക് RHEL കിട്ടുള്ളൂ. അപ്പോൾ റെഡ് ഹാറ്റ് എന്ന് പറയുന്നത് RHEL എന്ന് പറയുന്നത് ശരിക്കും കൊമേഴ്ഷ്യൽ വേർഷനാണ്. അതിന് പേയ്മെൻ്റ് ഉണ്ട്, സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പം അത് എൻ്റർപ്രൈസ് കമ്പനികൾ പേയ്മെൻറ്റോട് കൂടി ഉപയോഗിക്കുന്നതാണ് RHEL എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഉബുണ്ടുവിനെല്ലാം ഫ്രീ ആണ്. അപ്പം കുറച്ചെണ്ണം ഇതിൽ കൊമേഴ്ഷ്യൽ ഉള്ളത്, കുറേ എണ്ണം ഫ്രീ ഉള്ളതുണ്ട്. അപ്പം അതിൽ ഈ റെഡ് ഹാറ്റിൻ്റെ RHELൻ്റെ ഫ്രീ വേർഷൻ ആയിരുന്നു ഈ CentOS എന്ന് പറയുന്നത്. റെഡ് ഹാറ്റിൻ്റെ ഫ്രീ വേർഷൻ ആയിട്ടുള്ളതായിരുന്നു CentOS. സെയിം പാക്കേജ് മാനേജർ എല്ലാം ഉപയോഗപ്പെടുത്തുന്നത് തന്നെയാണ്, ഫ്രീ വേർഷൻ ആയിരുന്നു. അതേപോലെ തന്നെ ഫ്രീ വേർഷനാണ് റോക്കി ലിനക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ശരിക്കും എങ്ങനെ ഉണ്ടായിരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ റെഡ് ഹാറ്റിൻ്റെ RHEL പിന്നെ പെയ്ഡ് വേർഷൻ ആയ കൊമേഴ്ഷ്യൽ വേർഷൻ ആണല്ലോ. അപ്പം അതിൻ്റെ ഫ്രീ വേർഷൻ എന്നുള്ള രീതിയിൽ CentOS ക്രിയേറ്റ് ചെയ്തു. പിന്നെ ഈ RHELൻ്റെ തന്നെ ഫ്രീ വേർഷൻ തന്നെയാണ് ഫെഡോറ. പക്ഷെ ഫെഡോറ എന്ന് പറയുന്നത് ശരിക്കും അപ്സ്ട്രീം വേർഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് പ്രൊഡക്ഷൻ പർപ്പസിന് സ്റ്റേബിൾ ആയിട്ട് റൺ ചെയ്യേണ്ട, ഇപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ ആപ്ലിക്കേഷനിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സൈഡിൽ നിന്നും കൂടെ ബഗ് വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ അപ്സ്ട്രീം വേർഷൻ ഒരിക്കലും നമുക്ക് ഈ പ്രൊഡക്ഷൻ പർപ്പസിന് ഉപയോഗിക്കാൻ ശരിക്കും റെക്കമെൻഡഡ് അല്ല. അപ്പോൾ ഈ RHEL എന്ന് പറയുന്നത് ശരിക്കും സ്റ്റേബിൾ ആണ്, പ്രൊഡക്ഷൻ പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റുന്നത്. പക്ഷേ അത് പെയ്ഡാണ്. അപ്പോൾ ആ പെയ്ഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീ വേർഷൻ ആയിരുന്നു CentOS എന്ന് പറയുന്നത്. എക്സാക്ട്ലി RHELനെ പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നായിരുന്നു. അത്രയും റെഡ് ഹാറ്റിൻ്റെ അത്രയും സപ്പോർട്ടും കാര്യങ്ങളൊന്നും കിട്ടുന്നുണ്ടാവില്ല, കാരണം CentOS കംപ്ലീറ്റ്ലി ഫ്രീ ആയതുകൊണ്ട് ഓപ്പൺ സോഴ്സ് കമ്മ്യൂണിറ്റിയാണ് അത് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രീ വേർഷൻ ആയിരുന്നു CentOS എന്ന് പറയുന്നത്.
പക്ഷേ 2020 റെഡ് ഹാറ്റ് അനൗൺസ് ചെയ്തു CentOS 8 കൂടി ഇനി അത് സ്റ്റോപ്പ് ചെയ്യാണെന്നുള്ളത്. പിന്നെ അതിൻ്റെ ഒരു സ്ട്രീം എന്ന് പറയുന്ന ഒരു വേർഷൻ മാത്രമേ ഉള്ളൂ. അത് പക്ഷേ RHELന്റെ പോലത്തെ സ്റ്റേബിൾ വേർഷൻ അല്ല, അതൊരു മിഡ് സ്ട്രീം ആണ്, കംപ്ലീറ്റ്ലി സ്റ്റേബിൾ ആകുന്നതിന് മുമ്പുള്ള വേർഷനാണ്. അപ്പോൾ അത് നമുക്ക് പ്രൊഡക്ഷനിൽ ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് റോക്കി ലിനക്സ് എന്ന് പറയുന്ന പേരിൽ പുതിയ CentOSന്റെ എക്സാക്ട്ലി CentOSന്റെ പോലെ തന്നെ നമുക്ക് പ്രൊഡക്ഷനിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വേർഷൻ ആക്കിയിട്ട്, ഒരു ഡിസ്ട്രിബ്യൂഷൻ ആക്കിയിട്ട് റോക്കി ലിനക്സ് എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ഇപ്പോൾ മാർക്കറ്റിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ അത് പോപ്പുലറായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അത് CentOSന്റെ റീപ്ലേസ്മെന്റ് എന്ന രീതിയിലായിരിക്കും ഇനി ഉണ്ടാവുക റോക്കി ലിനക്സ്. പിന്നെ നമുക്ക് Debian നമ്മൾ പറഞ്ഞു, പിന്നെ റെഡ് ഹാറ്റിന്റെ ചെറിയൊരു നോട്ട് നമ്മൾ പറഞ്ഞു. ഇനി നമുക്കുള്ള വേറെ ഒന്നാണ് ആമസോൺ ലിനക്സ്. ആമസോൺ ലിനക്സ് എന്ന് പറയുന്നത് AWSന്റെ നമുക്കറിയാം, ആമസോണിന്റെ ക്ലൗഡ് പാർട്ടാണ് AWS എന്ന് പറയുന്നത്. AWSന്റെ ക്ലൗഡിൽ ഉപയോഗിക്കാൻ വേണ്ടി അവർ ഒപ്റ്റിമൈസ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷനാണ് ആമസോൺ ലിനക്സ് എന്ന് പറയുന്നത്. മെയിൻലി EC2 ഇൻസ്റ്റൻസിൽ ആമസോണിന്റെ വെർച്വൽ മെഷീനാണ് EC2 നമ്മൾ വിളിക്കുന്നത്. ആമസോൺ സിസ്റ്റത്തിൽ നമുക്ക് വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ലിനക്സ് ഡിസ്ട്രിബ്യൂഷനാണ് ആമസോൺ ലിനക്സ് എന്ന് പറയുന്നത്. ശരിക്കും അവരെ ഹാർഡ്വെയറിനും അതിനെല്ലാം കംപ്ലീറ്റ്ലി നല്ല പെർഫോമൻസിലും ഒക്കെ ആക്കാൻ വേണ്ടി അവർ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള ഒരു വേർഷനാണ്. മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആമസോൺ തന്നെയാണ്, അതിൻ്റെ കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പാക്കേജിങ്ങും കാര്യങ്ങൾക്കെല്ലാം നമ്മൾ അത് ശരിക്കും RHEL ബേസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പാക്കേജിങ്ങും കാര്യങ്ങളും RHELഉം CentOSഉം രണ്ടും കൂടെ ബേസ് ചെയ്തിട്ടാണ് അവർ ക്രിയേറ്റ് ചെയ്തത്. ശരിക്കും രണ്ടിൽ നിന്നുള്ളത് അവരെടുത്തിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ എക്സാക്ട്ലി അതേപോലെ അല്ല. ഐഡന്റിക്കൽ ടു RHEL CentOS നമുക്ക് പറയാൻ കഴിയില്ല, പക്ഷെ രണ്ടിൽ നിന്നുള്ള കുറേ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അവരെടുത്തിട്ടുണ്ട്. പിന്നെ പാക്കേജിങ്ങിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ RPM പാക്കേജിനാണ് അവർ ഉപയോഗിക്കുന്നത്. അതേപോലെ പാക്കേജ് മാനേജ്മെന്റിന് വേണ്ടി നമുക്ക് YAML ഉപയോഗിക്കാനും പറ്റും. ഓക്കെ, പിന്നെ ഈ ഓരോ ഡിസ്ട്രിബ്യൂഷനും ഇപ്പം നമ്മൾ പറഞ്ഞു ലിനക്സിൻ്റെ കേണൽ, പിന്നെ അതിന് കുറേ ഡിസ്ട്രിബ്യൂഷൻസ്, പിന്നെ ഓരോ ഡിസ്ട്രിബ്യൂഷനും കുറേ വേരിയൻസ് ഉണ്ടാവും. നമ്മളതിനെ ഫ്ലേവേഴ്സ് എന്ന് വിളിക്കാം. ഓരോ പർപ്പസിന് വേണ്ടി കുറേ ഫ്ലേവേഴ്സ് ഉണ്ടാവും. ഫ്ലേവേഴ്സ് അല്ലെങ്കിൽ വേരിയൻസ് അല്ലെങ്കിൽ സ്പിൻസ് എന്നുള്ള പേരിലുള്ള അതിനെ വിളിക്കും. അപ്പം ഓരോ ഫ്ലേവേഴ്സും ഓരോ പർപ്പസിന് വേണ്ടിയാണല്ലോ. അപ്പോൾ അതിന് ഡീഫോൾട്ടായിട്ട് വരുന്ന കോൺഫിഗറേഷൻസും ഡിഫോൾട്ടായിട്ട് വരുന്ന സോഫ്റ്റ്വെയർസ് എല്ലാം ഓരോന്നിലും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം ഉബുണ്ടുവിൻ്റെ തന്നെ സെർവറിൽ വരുന്നതല്ല ഉബുണ്ടുവിൻ്റെ ഡെസ്ക്ടോപ്പിൽ വരാം. അപ്പോൾ ഓരോ ഫ്ലേവേഴ്സിലും ഡിഫറെൻറ്റ് രീതിയിലുള്ളതാണ് വരിക. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഉബുണ്ടു ഡെസ്ക്ടോപ്പ് ഗ്രാഫിക്കൽ ഉള്ള പാർട്ട് പേഴ്സണൽ കമ്പ്യൂട്ടറിൽ നമ്മൾ ഉപയോഗപ്പെടുന്നത്. അപ്പോൾ അതിൽ ഗ്രാഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ്റെ സൈഡ് എടുത്ത് നോക്കിയാൽ തന്നെ അതിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻ്റർഫേസസ് ഉപയോഗിക്കുന്നുണ്ട്. KDE, പ്ലാസ്മ, ജീനോം, അതേപോലെ സിന്നാമൺ ഡെസ്ക്ടോപ്പ്, മെയ്റ്റ് എന്നെല്ലാം പറഞ്ഞിട്ടുള്ള കുറേ ഗ്രാഫിക്കൽ ഇൻ്റർഫേസസ് ഉണ്ട്. അത് വെച്ചിട്ടാണ് അതിലേതെങ്കിലും ഒന്ന് ഉപയോഗപ്പെടുത്തിയിട്ടായിരിക്കും അതിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. അതിനനുസരിച്ചും വീണ്ടും സ്പ്ലിറ്റപ്പ് വരും. പക്ഷെ നോർമൽ രീതിയിൽ നമുക്ക് അതിനെല്ലാം ഡിഫോൾട്ട് ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും. പിന്നെ മറ്റൊന്ന് നമ്മൾ പ്രത്യേകിച്ച് ഡെവോപ്സിൻ്റെ സൈഡിൽ നമ്മൾ നോക്കുന്ന സമയത്ത് എന്തായാലും നമ്മൾ നോക്കേണ്ട ഒരു ലിനക്സ് ഡിസ്ട്രിബ്യൂഷനാണ് ആൽപൈൻ ലിനക്സ്. അത് പക്ഷേ നമ്മൾ ഇതുവരെ പറഞ്ഞതിലൊന്നും അത് വന്നിട്ടില്ല, ആൽപൈൻ ലിനക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആൽപൈൻ ലിനക്സ് എന്ന് പറയുന്നത് ലിനക്സിൻ്റെ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള, അത് ഫ്യൂ MBs ഉണ്ടാവുള്ളൂ. ഒരു എനിക്ക് തോന്നുന്നു അത് 20 MBൻ്റെ ചെറിയ കുറച്ച് പാക്കേജസേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഈവൻ 20 MB 20 to 30 MBൻ്റെ താഴെയുള്ള സൈസ് ചെയ്ത് ഉണ്ടാവുള്ളൂ. അപ്പം ആൽപൈൻ എന്ന് പറയുന്നത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ലിനക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ്. അതേപോലെ സെക്യൂരിറ്റി ഓറിയൻറ്റഡ് ആണ്, സ്ട്രിക്ട് സെക്യൂരിറ്റിയും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലിനക്സ് ഡിസ്ട്രിബ്യൂഷനാണ് ആൽപൈൻ ലിനക്സ് എന്ന് പറയുന്നത്. അത് ശരിക്കും വളരെ പോപ്പുലറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ്. അത് ശരിക്കും അത് പോപ്പുലർ ആവാനുള്ള കാരണം അത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, സൈസ് വളരെ കുറവാണ്, അതേപോലെ മിനിമലിസം ആൻഡ് എഫിഷ്യൻസി അതിന് ബേസ് തന്നെ ശരിക്കും പോപ്പുലർ ആയിട്ടുള്ള. ശരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക ഡോക്കർ കണ്ടെയ്നറിലാണ്. ഡോക്കർ കണ്ടെയ്നർ എന്താണെന്നുള്ളത് പിന്നീട് നിങ്ങൾ പഠിക്കും. അപ്പം ഡോക്കർ കണ്ടെയ്നറിലാണ് നമ്മൾ അത് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ആൽപൈൻ ലിനക്സ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഡോക്കർ ഉപയോഗിച്ചിട്ട് എല്ലാവർക്കും അറിയാം, ആൽപൈൻ ലിനക്സ് ഉപയോഗിക്കാതെ ആരും ഉപയോഗിച്ചിട്ടുണ്ടാവില്ല അത്. പിന്നെ വേറൊരു കേസുള്ളത് ആൽപൈൻ ലിനക്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ഉബുണ്ടും മറ്റുള്ളതെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ Debian ലിനക്സിൻ്റെ അല്ലെങ്കിൽ RPMൻ്റെ അതിലേതെങ്കിലും ഒന്നിൻ്റെ ഭാഗമായിരിക്കും. പക്ഷേ ഇത് അതിൻ്റെ ഇതുവരെയുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ ഭാഗമല്ല, അത് കംപ്ലീറ്റ്ലി പുതിയതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് മറ്റുള്ളതിൽ നിന്നെല്ലാം നമ്മൾ Debian ബേസ് ചെയ്തിട്ടുള്ളതും പിന്നെ RPM ബേസ് ചെയ്തിട്ടുള്ളതും എന്തെങ്കിലും ഡിഫറെൻ്റ് ആണ്. പിന്നെ ഇവരെ പാക്കേജ് ഫോർമാറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ആൽപൈൻ പിന്നെ ലിനക്സിൽ അവർ പിന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ആൽപൈൻ പാക്കേജ് കീപ്പർ എന്ന് പറയുന്ന APK ആണ്.
ആൽപൈൻ പാക്കേജ് കീപ്പർ എന്ന് പറയുന്ന ഒരു ഫോർമാറ്റാണ് ആൽപൈനിൽ നമ്മൾ ഉപയോഗിക്കുന്ന പാക്കേജിൻ്റെ ഫോർമാറ്റ്. DBNും അല്ല RPMും അല്ല, APK എന്ന് പറയുന്ന ഫോർമാറ്റാണ്. പിന്നെ പാക്കേജ് മാനേജ്മെൻറ്റിന് വേണ്ടി APK തന്നെ പേരിലുള്ള ഒരു പാക്കേജ് മാനേജർ ഉണ്ട്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ഈ ഇതിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാക്കേജ് മാനേജർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ APT എന്ന് പറയുന്ന ഒരു പാക്കേജ് മാനേജർ ഉണ്ട്. അത് നമ്മുടെ DBN ഫോർമാറ്റിൽ ഉള്ള പാക്കേജിനെ മാനേജ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് APT. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, APT ആണത്. ഇവിടെ നമ്മൾ പറഞ്ഞത് APK ആണ്, ആൽപൈൻ പാക്കേജ് കീപ്പർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ APK എന്ന് പറയുന്നത് ആൽപൈൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ പാക്കേജ് മാനേജറുടെ പേരും APK തന്നെയാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുക APK ആഡ് എന്ന് പറഞ്ഞിട്ടുള്ള സിൻടാക്സ് ആണ് പാക്കേജുകൾ, സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യാനെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവാം. ഓക്കെ, പിന്നെ അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, എഫിഷ്യൻ്റ് ആണ്, സെക്യൂരിറ്റി ഫോക്കസ്ഡ് ആണ്, വളരെ സിമ്പിളാണ്. പിന്നെ മോസ്റ്റ്ലി ഡോക്കർ കണ്ടെയ്നറെല്ലാം ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക ആൽപൈൻ എന്ന് പറയുന്ന ലിനക്സ് ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ നമ്മൾ ഈ ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻസിനെ കാറ്റഗറൈസ് ചെയ്ത ഒരു മെത്തേഡ് എന്താണ്? പാക്കേജിൻ്റെ ഫോർമാറ്റ് വെച്ചിട്ടാണ് അല്ലേ. പിന്നെ അതല്ലാത്ത വേറൊരു രീതിയിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അതിൽ വരുന്നതാണ് ഈ സെക്യൂരിറ്റി ഫ്രെയിം വർക്ക്. ഓരോന്നിലും ഉപയോഗിക്കുന്ന സെക്യൂരിറ്റി ഫ്രെയിം വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള 2 സെക്യൂരിറ്റി ഫ്രെയിം വർക്കാണ്. ഒന്ന് ആപ്പ് ആർമർ എന്ന് പറയുന്ന ഒരു സെക്യൂരിറ്റി ഫ്രെയിം വർക്ക് ഉണ്ട്, അതേപോലെ അതിപ്പോൾ ഉബുണ്ടുവിൽ ഉപയോഗിക്കുന്നതാണ്. പിന്നെ SE ലിനക്സ് എന്ന് പറയുന്ന വേറൊരു സെക്യൂരിറ്റി ഫ്രെയിം വർക്ക് ഉണ്ട്. അപ്പം ഈ SE ലിനക്സ് എന്ന് പറയുന്നത് ഫ്രം USS നാഷണൽ സെക്യൂരിറ്റി ഏജൻസി, അവരാണ് അതിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് 2 ഫോർമാറ്റിനും ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ റെഡ് ഹാറ്റ് എൻ്റർപ്രൈസ് ലിനക്സും കാര്യങ്ങളും അവർ ഫെഡോറെല്ലാം ഉപയോഗപ്പെടുത്തുന്നത് SE ലിനക്സ് ആണ്, ഉബുണ്ടു ഉപയോഗപ്പെടുന്നത് ആപ്പ് ആർമർ ആണ്. ഓക്കെ, പിന്നെ ഇതിൽ ഇപ്പം GNU പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിൻ്റെ ഇത് ശരിക്കും യുനിക്സിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്ന ഒരു പ്രൊജക്റ്റാണത്. യുനിക്സിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറേ യൂസർ ഉപയോഗിക്കേണ്ട കുറേ സോഫ്റ്റ്വെയർസും സെറ്റ് സോഫ്റ്റ്വെയർസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്ന GNU പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടായിരുന്നു. അപ്പം ഇപ്പം നമ്മൾ പറഞ്ഞ മേജറായിട്ടുള്ള എല്ലാ ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻസും ഉപയോഗപ്പെടുന്നത് ഈ GNU പ്രോജക്റ്റ് എന്ന് പറയുന്നത് തന്നെയാണ്. അപ്പം അത് പക്ഷേ ഇപ്പം ആൽപൈൻ ലിനക്സിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അതല്ല ഉപയോഗപ്പെടുത്തുന്നത്. ശരിക്കും എൻ്റെ ഡിഫറെൻ്റ് ആയിട്ട് തന്നെയാണ്, കാരണം അതിൻ്റെ സൈസ് കുറക്കാൻ വേണ്ടി അവർ അങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ട് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ മെയിനായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യം, ഇപ്പോൾ നമ്മൾ നമ്മൾ പറഞ്ഞു പാക്കേജ് ഫോർമാറ്റ്സ് പറഞ്ഞു, DBNും അതേപോലെ RPM ഫോർമാറ്റും. അതിൽ കാറ്റഗറിയിൽ വരുന്ന DBN, ഉബുണ്ടു, ലിനക്സ്, മിൻ്റ് എല്ലാം അതിൽ വരുന്നതാണ്. പിന്നെ RPM ബേസിൽ വരുന്നതാണ് RCLും ഫെഡോറ, CentOS, റോക്കി, ഓപ്പൺ സോഴ്സ്, ആമസോൺ ലിനക്സ് എല്ലാം. അപ്പം നിങ്ങൾ ഇനി ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻസ് ഇതൊന്നുമല്ല, 100 കണക്കിന് ഡിസ്ട്രിബ്യൂഷൻസ് ലിനക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾ ലിനക്സിൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഏത് പാക്കേജ് ഫോർമാറ്റിലാണ് വരുന്നത്, ഏതാണ് പാക്കേജ് മാനേജർ ഉപയോഗിക്കുന്നത്, എങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, എങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യാം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഏത് ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് നോക്കിയിട്ട് മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. കാരണം ഇതിൽ ഏതെങ്കിലും ഒരു പാക്കേജ് മാനേജറാണോ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാക്കേജ് ഫോർമാറ്റാണോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്കൊരു ഗ്രിപ്പ് കിട്ടും, എങ്ങനെയാണ് അതിനെ നമുക്ക് മാനേജ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഡെവോപ്സിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു സെർവർ നിങ്ങൾക്ക് മാനേജ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് പാക്കേജ് ഫോർമാറ്റ് ഏതാണെന്നുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്.